ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ടോപ്പിക്കിലെ 3 ക്ലാസ്സുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, അതിൽ 3 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. നോക്കാം, ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. അഞ്ചാം ക്ലാസ്സിലെ പാഠം 8 അകറ്റി നിർത്താം രോഗങ്ങളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ വരിയും തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇതിൽ ഒന്നും നമ്മൾ മാറ്റി വയ്ക്കാനില്ല. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് പകർച്ചവ്യാധികൾ. രോഗങ്ങളും പകരുന്ന രീതികളും. ഇനി രോഗങ്ങൾ ഏതെല്ലാം രീതിയിലാണ് പകരുന്നത്? വായുവിലൂടെ, വെള്ളം, ആഹാരം എന്നിവയിലൂടെ, ഈച്ച മുഖേന, കൊതുക് മുഖേന, സമ്പർക്കം മുഖേനയൊക്കെ രോഗങ്ങൾ പകരാറുണ്ട്. അപ്പം ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് പകരുന്നത് എന്ന് നോക്കാം. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ ബോക്സ്, മീസൽസ്, ക്ഷയം. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. അതൊന്ന് ചിന്തിക്കുക കേട്ടോ. ജലദോഷം എന്തുകൊണ്ടാണ്? ജലദോഷം വന്നു കഴിഞ്ഞാൽ അടുത്തിരുന്ന് കഴിഞ്ഞാൽ അയാൾക്കും ജലദോഷം വരും അല്ലേ? അതുപോലെ ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയമൊക്കെ ഉള്ള ആളുടെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വായുവിലൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. അടുത്തത് വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? വെള്ളം, ആഹാരം. 1 എലിപ്പനി, 2 ടൈഫോയിഡ്, 3 കോളറ, 4 മഞ്ഞപ്പിത്തം. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. നോക്കൂ, എലി കോള കുടിച്ചപ്പം എങ്ങനെയുള്ള കോള? മഞ്ഞ നിറത്തിലുള്ള കോള. ഓക്കെ, ടൈഫോയിഡ് വന്നു, അങ്ങനെ അങ്ങ് പഠിച്ചാലും മതി, എന്തേലും കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, എലിപ്പനി, ടൈഫോയിഡ്, കോള, മഞ്ഞപ്പിത്തം. അടുത്തത് ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ, വയറിളക്കം. ഓക്കെ, അപ്പം ഈച്ച വീണ കോളയാണ് കുടിച്ചത്, അപ്പോൾ വയറിളക്കം എന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ഈച്ച മുഖേന, കോളറ, വയറിളക്കം. അടുത്തത് കൊതുക് മുഖേന പകരുന്ന രോഗങ്ങൾ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. അപ്പോൾ ഒരു ആഡിൽ ഈ കൊതുകൊക്കെ വന്ന് പറയുന്നില്ലേ, മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നൊക്കെ വന്ന് പറയുന്നില്ലേ? അപ്പോൾ ആ ആഡൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. അപ്പോൾ കൊതുക് മുഖേന പകരുന്ന രോഗങ്ങൾ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. അടുത്തത് സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണ്, കുഷ്ഠം എന്നിവ സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം 8 ദിവസം. കൊതുകിൻ്റെ മുട്ട വിരിയാൻ എത്ര ദിവസം എടുക്കും? 8 ദിവസം. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് അല്ലേ, ആഴ്ചയിൽ 1 ദിവസം ഡ്രൈ ഡേ ആചരിക്കണം എന്ന് പറയാറുണ്ട് അല്ലേ. ആഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളൂ, അതിനിടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കൊതുക് വരുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, കൊതുകിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം എത്രയാണ്? 8 ദിവസമാണ്. എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ്. എന്താണ് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകൾ അറിയപ്പെടുന്നത്? സൂപ്പർ ബഗ്. കപ്പലുകളിൽ നിന്ന് ഉണ്ടാവുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സൂപ്പർ ബഗ് നിർമ്മിച്ചതെന്ന് അറിയാവോ? കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണ ചോർച്ച അതുമൂലം എന്താവും? കടൽ മലിനമാവും. അത് തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ്. അപ്പോൾ ഈ സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബാക്ടീരിയ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർ ബഗ് എന്നറിയപ്പെടുന്ന ബാക്ടീരിയ വികസിപ്പിച്ചെടുത്തത് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ്. ആരാണ്? ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബഗ് എന്ന് പറയുന്ന ഈ ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാം. നോക്കാം, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് പകർച്ചവ്യാധികൾ. രോഗങ്ങളും പകരുന്ന രോഗരീതികളും എങ്ങനെയാണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നത് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന പകരുന്നത് കോളറ, വയറിളക്കം. കൊതുക് മുഖേന മലമ്പനി, മന്ത്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന ചെങ്കണ്ണ്, കുഷ്ഠം.
കൊതുകിന്റെ മുട്ട വിരിയാനെടുക്കുന്ന സമയം 8 ദിവസമാണ്. എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ്. കപ്പലുകളിൽ ഉണ്ടാവുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായി ഉപയോഗപ്പെടുത്തുന്ന ബാക്ടീരിയകളാണ് സൂപ്പർ ബഗ്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൂപ്പർ ബഗ് വികസിപ്പിച്ചെടുത്തത് ആരാണ്? ആനന്ദ് മോഹൻ ചക്രവർത്തി. ഓക്കെ, ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് നീങ്ങാം. അടുത്ത ഏതാ ചാപ്റ്റർ? 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ജീവന്റെ ചെപ്പുകൾ. ജീവന്റെ ചെപ്പുകൾ നോക്കാം. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികൾ സൂക്ഷ്മജീവികൾ. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചെറുഘടകങ്ങൾ അറിയപ്പെടുന്നത് കോശങ്ങൾ എന്നാണ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറുഘടകങ്ങൾ അറിയപ്പെടുന്നത് കോശങ്ങൾ. ഒരു കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്നത് ഏകകോശ ജീവികൾ. ഒരു കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്നത് ഏകകോശ ജീവികൾ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണം അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ അറിയപ്പെടുന്നത് ബഹുകോശ ജീവികൾ. ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ അറിയപ്പെടുന്നത് ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ് ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവ. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികൾ സൂക്ഷ്മജീവികൾ. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മൈക്രോസ്കോപ്പ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ചെറുഘടകങ്ങൾ അറിയപ്പെടുന്നത് കോശങ്ങൾ. ഒരു കോശം മാത്രമുള്ള ജീവികൾ അറിയപ്പെടുന്നത് ഏകകോശ ജീവികൾ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണം അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. ഒന്നിലധികം കോശങ്ങളുള്ള ജീവികൾ അറിയപ്പെടുന്നത് ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾക്ക് ഉദാഹരണം ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവ. അടുത്തത് കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിന്റെ കേന്ദ്രം മർമ്മം. കോശത്തിന്റെ ആവരണം കോശസ്തരം. കോശത്തിന്റെ ആവരണം കോശസ്തരം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. കോശഭിത്തി, ഹരിതകം എന്നിവ കാണപ്പെടുന്നത് പൊതുവെ സസ്യകോശങ്ങളിൽ മാത്രമാണ്. കോശഭിത്തി, ഹരിതകം എന്നിവ കാണപ്പെടുന്നത് പൊതുവെ സസ്യകോശങ്ങളിൽ മാത്രമാണ്. എന്നാൽ ഹരിതകമുള്ള ഒരു ജന്തുവുണ്ട്. അതെന്താണ്? യുഗ്ലീന. ഹരിതകമുള്ള ജന്തു യുഗ്ലീന. ജീവികളുടെ വലുപ്പം കോശങ്ങളുടെ എണ്ണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ജീവികളുടെ വലുപ്പം എന്ന് പറയുന്നത് കോശങ്ങളുടെ എണ്ണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം. കോശത്തിന്റെ ആവരണം കോശസ്തരം. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവപദാർത്ഥമാണ് കോശദ്രവ്യം. കോശഭിത്തി, ഹരിതകം എന്നിവ കാണപ്പെടുന്നത് പൊതുവെ സസ്യകോശങ്ങളിൽ മാത്രമാണ്. ഹരിതകമുള്ള ജന്തുവാണ് യുഗ്ലീന. ജീവികളുടെ വലിപ്പം കോശങ്ങളുടെ എണ്ണത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതൊക്കെ കുഞ്ഞു ചാപ്റ്ററാണ്. ഒരു പോയിന്റ് നമുക്ക് വിട്ടുകളയാനില്ല. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് നീങ്ങാണ്. നോക്കാം. 6ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠം ആഹാരം ആരോഗ്യത്തിന്. ആഹാരം ആരോഗ്യത്തിന് നോക്കാം. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങളാണ് ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ. ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങളാണ്. ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രധാന ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റിന്റെ പ്രധാന ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റ്സ്. ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ. ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. ധാന്യകങ്ങൾ അഥവാ ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാന്യകം അടങ്ങിയിരിക്കുന്നത് അന്നജത്തിന്റെ രൂപത്തിലാണ്. ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങൾ. ധാന്യകം വേറെ, ധാന്യം വേറെ. ധാന്യം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ? ഗോതമ്പ്, നെല്ല് പോലുള്ള ധാന്യങ്ങൾ. ഇനി ധാന്യകം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാന്യകം അടങ്ങിയിരിക്കുന്നത് അന്നജത്തിന്റെ രൂപത്തിലാണ്. ഏത് രൂപത്തിലാണ്? അന്നജത്തിന്റെ രൂപത്തിലാണ്. അന്നജം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അന്നജം അടങ്ങിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? അയഡിൻ ടെസ്റ്റ്. അന്നജം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ്. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം.
ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങളാണ് ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ. ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രധാന ഘടകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ധാന്യകങ്ങൾ അഥവാ കാർബോഹൈഡ്രേറ്റ്സ്. ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാന്യകം അടങ്ങിയിരിക്കുന്നത് അന്നജത്തിന്റെ രൂപത്തിലാണ്. അന്നജം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? അയഡിൻ ടെസ്റ്റ്. അന്നജം തിരിച്ചറിയാൻ നടത്തുന്ന ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ്. അടുത്തത് അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് കടും നീല. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറം കടും നീല. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം. എന്താണ്? ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ആഹാര ഘടകമാണ് ഏത്? പ്രോട്ടീൻ. ഓക്കെ, പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. അപ്പോൾ ഈ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ വിട്ടൊരു കളിയില്ല. അപ്പോൾ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ. അടുത്തത് നൈട്രജൻ, സൾഫർ. നൈട്രജൻ, സൾഫർ. നമ്മുടെ ആദ്യം പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സിൽ എന്തുണ്ട്? ഈ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ ഉണ്ട്. അതുകൂടാതെ പ്രോട്ടീനിൽ എന്തൊക്കെയുണ്ട്? നൈട്രജനും സൾഫറും ഉണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ഓക്കെ, അടുത്തത് ശരീരഭാരത്തിന് അനുസരിച്ച് ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രോട്ടീനിന്റെ അളവ് എന്ന് പറയുന്നത് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ്. എന്താണ്? ശരീരഭാരത്തിനനുസരിച്ച് ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രോട്ടീനിന്റെ അളവ് എന്ന് പറയുന്നത് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പ്രോട്ടീൻ്റെ അളവ് എത്ര എന്നുള്ളതിനെ കുറിച്ച് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ടേബിൾ പഠിക്കാം. അരി ഒരു 100 ഗ്രാം അരിയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര പ്രോട്ടീൻ ലഭിക്കണം? 6.8 ഗ്രാം പ്രോട്ടീൻ ലഭിക്കണം. അരിയിൽ നിന്നും കിട്ടേണ്ട പ്രോട്ടീൻ എത്രയാണ്? 6.8 ഗ്രാം. എത്ര അരിയിൽ നിന്നാണ്? 100 ഗ്രാം അരിയിൽ നിന്ന് കേട്ടോ, 100 ഗ്രാം അരിയിൽ നിന്ന്. അങ്ങനെയെങ്കിൽ ഗോതമ്പിൽ നിന്ന് ലഭിക്കേണ്ട പ്രോട്ടീൻ എത്രയാണ്? 11.8. കശുവണ്ടിയിൽ നിന്ന് ലഭിക്കേണ്ടത് 21.2. മത്തിയിൽ നിന്ന് ലഭിക്കേണ്ടത് 19.6. താറാവിൽ നിന്ന് 21.6. താറാവ് മുട്ടയിൽ നിന്ന് 13.5. കോഴിമുട്ടയിൽ നിന്ന് 13.3. ആട്ടിറച്ചിയിൽ നിന്നും 21.4. പശുവിൻ പാലിൽ നിന്നും 3.2. ചെറുപയറിൽ നിന്നും 24. നിലക്കടലയിൽ നിന്നും 17.1. അപ്പം എന്താണ്? ഈ നോണൊക്കെ കഴിക്കാത്ത ആളുകളുണ്ടാവും അല്ലേ? അപ്പം ഈ ആട്ടിറച്ചിയും മറ്റ് ഇതൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിലും, താറാവൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിലും ചെറുപയർ കഴിച്ചാലും മതി അല്ലേ? സസ്യബുക്കുകൾ എന്ത് ചെയ്താൽ മതി? ചെറുപയർ കഴിച്ചാലും മതിയല്ലേ വെജിറ്റേറിയൻസ്. ഓക്കെ, അപ്പോൾ എന്താണ്? പ്രോട്ടീൻ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ? അപ്പം ചില ഭക്ഷ്യവസ്തുക്കളൊന്ന് ഓർത്തിരിക്കുക. എക്സാമ്പിൾ, ഇപ്പോൾ അരി ഒഴിച്ചുകൂടാൻ പറ്റില്ല. അടുത്ത കശുവണ്ടി, അടുത്ത മത്തി, താറാവ്, ആട്ടിറച്ചി, ചെറുപയർ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ അരിയിൽ നിന്നും 6.8, ഗോതമ്പ് 11.8, കശുവണ്ടി 21.2, മത്തി 19.6, താറാവ് 21.6, താറാവ് മുട്ട 13.5, കോഴിമുട്ട 13.3, ആട്ടിറച്ചി 21.4, പശുവിൻ പാല് 3.2, ചെറുപയർ 24, നിലക്കടല 17.1. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കോഷിയോർക്കർ. എന്താണ് കോഷിയോർക്കർ? വളർച്ചാ മുരടിപ്പിനെയാണ് കോഷിയോർക്കർ എന്ന് പറയുന്നത്. പ്രോട്ടീനിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ അഥവാ വളർച്ചാ മുരടിപ്പ്. കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് മാംസ്യം, മത്സ്യം, പാൽ ഉൽപ്പന്നങ്ങൾ, മുട്ട, എണ്ണ, നെയ്യ് എന്നിവ. കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഏതെല്ലാമാണ്? മാംസം, മത്സ്യം,
പാല്, പാലുൽപ്പന്നങ്ങൾ, മുട്ട, എണ്ണ, നെയ്യ് എന്നിവ. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായ ഒരാൾ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ കഴിക്കണം? എത്ര ഗ്രാം കഴിക്കണം? 295 ഗ്രാം. അപ്പോൾ 300 ഗ്രാമിന് 5 ഗ്രാം കുറവ്, 300 ഗ്രാമിന് 5 ഗ്രാം കുറവ്, ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, മറ്റേ 295 കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, 300 ഓർത്ത് വയ്ക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായ ഒരാൾ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ കഴിക്കണം? 295 ഗ്രാം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? വിറ്റാമിൻ എ, ഡി, ഇ, കെ. എന്താണ്? അടക്ക് അല്ലേ? അടക്ക്, വിറ്റാമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. അപ്പം എന്താണ് ജലത്തിൽ ലയിക്കുന്നത്? ആ, ബി, സി. എ, ബി, സി, ഡിയിൽ ഇല്ലാത്തത് ഏതാ? ആ, ബി, സി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. അപ്പം ഇലവർഗ്ഗങ്ങളിൽ എന്തുണ്ട്? എ ഉണ്ട്. ഇലവർഗ്ഗങ്ങളിൽ എ ഉണ്ട്, ക്യാരറ്റിൽ എ ഉണ്ട്, പാലുൽപ്പന്നങ്ങളിൽ എ ഉണ്ട്, കരളിൽ എന്തുണ്ട്? എ ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. എന്താണ്? ക്രിക്കറ്റ് കളിക്കാൻ എന്ത് വേണം? എല്ലൊക്കെ ബലം ഉണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമല്ലോ അല്ലേ? അപ്പം റിക്കറ്റ് വരാതിരിക്കാൻ എന്ത് വേണം? ഡി വേണം അല്ലേ? റിക്കറ്റ് എന്താണ്? ഓക്കെ, റിക്കറ്റ് എന്താണ്? കണ അല്ലേ? ഓക്കെ, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏത്? ജീവകം ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ജീവകം ഡി. പാലുൽപ്പന്നങ്ങളിൽ നിന്നും വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട്. പാലുൽപ്പന്നങ്ങളിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ പാലുൽപ്പന്നത്തിൽ നിന്നും കിട്ടുന്ന വേറൊരു വിറ്റാമിനാണ് എ. അപ്പോൾ പാലുൽപ്പന്നത്തിൽ നിന്ന് എന്തെല്ലാം കിട്ടുന്നുണ്ട്? വിറ്റാമിൻ എയും കിട്ടുന്നുണ്ട്, വിറ്റാമിൻ ഡിയും കിട്ടുന്നുണ്ട്. ഓക്കെ, നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറമാണ് കടുംനീല. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ശരീരഭാരത്തിനനുസരിച്ച് ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിലാണ്. അടുത്ത ഭക്ഷ്യവസ്തുക്കളും പ്രോട്ടീനും. ഭക്ഷ്യവസ്തു 100 ഗ്രാമിൽ, പ്രോട്ടീൻ ഗ്രാമിലാണ്. അപ്പോൾ അരി 6.8 ഗ്രാം, ഗോതമ്പ് 11.8 ഗ്രാം, കശുവണ്ടി 21.2 ഗ്രാം, മത്തി 19.6 ഗ്രാം, താറാവ് 21.6 ഗ്രാം. അപ്പോൾ നമ്മൾ 21.2 മാറും പറഞ്ഞു, അതൊക്കെ ഒരേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ കശുവണ്ടി, താറാവൊക്കെ. ഓക്കെ, അടുത്തത് താറാവ് മുട്ട 13.5, കോഴിമുട്ട 13.3. അപ്പോൾ താറാമുട്ട, കോഴിമുട്ട സെപ്പറേറ്റ് പഠിക്കണേ. ഓക്കെ, ചെറിയ വേരിയേഷനേ ഉള്ളൂ. അടുത്തത് ആട്ടിറച്ചി 21.4. അപ്പോൾ ആട്ടിറച്ചി, താറാവ്, കശുവണ്ടി. ഓക്കെ, അതൊക്കെ ഒരു സെറ്റിൽ കൂട്ടുക. അടുത്തത് പശുവിൻ പാല് 3.2, ചെറുപയർ 24. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഏതിലാണ്? ചെറുപയറിലാണ്. അടുത്തത് നിലക്കടല 17.1. ക്ലിയർ ആണോ? ഓക്കെ, പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് കോശിയോർക്കർ അഥവാ വളർച്ചാ മുരടിപ്പ്. കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഏതെല്ലാമാണ്? മാംസം, മത്സ്യം, പാൽ, പാലുൽപ്പന്നങ്ങൾ, മുട്ട, എണ്ണ, നെയ്യ് എന്നിവ. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ പ്രകാരം പ്രായപൂർത്തിയായ ഒരാൾ ഒരു ദിവസം എത്ര ഗ്രാം പച്ചക്കറികൾ കഴിക്കണം? 295 ഗ്രാം. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ, ഡി, ഇ, കെ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ,
കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി. പാലുൽപ്പന്നങ്ങളിൽ നിന്നും വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട്. അപ്പോൾ പാലുൽപ്പന്നത്തിൽ നിന്നും ഇലക്കറികളിൽ നിന്നും എന്ത് കിട്ടുന്നുണ്ട്? പാലുൽപ്പന്നത്തിൽ നിന്ന് വിറ്റാമിൻ ഡിയും അതുപോലെ വിറ്റാമിൻ എയും ലഭിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത് നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇത്രയും ഭാഗം? ഓക്കെ. അടുത്തത് സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഇ. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. കെ കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ജീവകം കെ ക്യാബേജ്, കെ കോളിഫ്ലവർ, ചീര. ഓക്കെ. കേടാവുന്നത് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. അതൊരു ദിവസം വെച്ചിരുന്നാൽ എന്താവും? കേടാവും അല്ലേ? അപ്പം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്തത് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതൊക്കെയാണ്? വിറ്റാമിൻ ബിയും സിയും. ഓക്കെ. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ സി. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ സി. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷ്യധാന്യങ്ങളാണ് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ എന്നിവ. അപ്പം വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. അടുത്ത ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ബി. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിന് പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ജീവകം ബി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ വിറ്റമിൻ ബി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിറ്റമിൻ ബി ധാരാളം അടങ്ങിയിരിക്കുന്ന ഏതിലാണ്? ധാന്യങ്ങളുടെ തവിട്, ധാന്യമല്ല കേട്ടോ, ധാന്യമാണ്. ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ ബി. ഓക്കെ. അടുത്തത് പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാവുന്ന ജീവകമാണ് ജീവകം സി. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാവുന്ന ജീവകമാണ് ജീവകം സി. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണമാണ് ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണം ഇരുമ്പ്. ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര എന്നിവ. ഇരുമ്പ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര എന്നിവ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു ലവണമാണ് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു ലവണമാണ് കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ. കാൽസ്യം, ഫോസ്ഫറസ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ. അപ്പോൾ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തത് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണമാണ് സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം സോഡിയം. കറിവേപ്പിൽ ധാരാളമായി കാണപ്പെടുന്നത് സോഡിയം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നത് അയഡിനാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നത് അയഡിനാണ്. അയഡിൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. അയഡിൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാമാണ്? കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാവുന്നു. ഇത്തരം രോഗങ്ങൾ അറിയപ്പെടുന്നത് പോഷക അപര്യാപ്തത രോഗങ്ങൾ. എന്താണ്? പോഷക ഘടകങ്ങൾ ഇല്ലെങ്കിൽ അവ എന്താണ്? ശരീര വളർച്ച മുരടിക്കുന്നതിനും പല രോഗങ്ങൾ ഉണ്ടാവുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങൾ അറിയപ്പെടുന്നത് പോഷക അപര്യാപ്തത രോഗങ്ങൾ. അങ്ങനെ പോഷക അപര്യാപ്തത രോഗങ്ങൾ അവയുടെ ലക്ഷണങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഏതൊക്കെ ജീവകത്തിൻ്റെ അഭാവത്തിലാണ് അത്തരം രോഗങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നോക്കാം.
നോക്കാം. അപര്യാപ്തത രോഗങ്ങളും ലക്ഷണങ്ങളും. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാവുന്ന രോഗമാണ് നിശാന്തത ലക്ഷണം. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സാധിക്കില്ല. ജീവകം ബിയുടെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ്, വായിൽ വ്രണങ്ങളാണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി, ലക്ഷണം മോണയിൽ പഴുപ്പും രക്തസ്രാവവും. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ജീവകം എന്താണ്? ഇരുമ്പിന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ, രക്തക്കുറവ്, വിളർച്ച എന്നിവയാണ് ലക്ഷണം. അയഡിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ, ലക്ഷണം തൊണ്ടയിൽ മുഴ. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ജീവകം എയുടെ അപര്യാപ്തത രോഗം നിശാന്തത, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സാധിക്കില്ല. ബിയുടെ അഭാവം മൂലം അല്ലെങ്കിൽ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ. സിയുടെ അപര്യാപ്തത രോഗം നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി, മോണയിൽ പഴുപ്പും രക്തസ്രാവവും. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ് എന്നറിയപ്പെടുന്ന കണ, ലക്ഷണം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ജീവകം അയൺ ഇരുമ്പിന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ, ലക്ഷണം എന്താണ്? രക്തക്കുറവ്, വിളർച്ച. അയഡിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ, തൊണ്ടയിൽ മുഴ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്താലോ. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ക്യാബേജ്, ചീര, കോളിഫ്ലവർ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ബി സി. ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ സി. വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷ്യധാന്യങ്ങളാണ് പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ബി. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം ബി. ജീവകം ബി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാവുന്ന ജീവകം സി. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുലവണമാണ് ഇരുമ്പടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഇലക്കറികൾ, മത്തൻ കുരു, മുതിര, ശർക്കര. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതുലവണമാണ് കാൽസ്യം, ഫോസ്ഫറസ് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാൽ ഉൽപ്പന്നങ്ങൾ. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതുലവണമാണ് സോഡിയം. കറിവേപ്പിൽ ധാരാളമായി കാണപ്പെടുന്നത് സോഡിയം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും സഹായിക്കുന്നത് അയഡിൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് കടൽ വിഭവങ്ങൾ. അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങൾ അറിയപ്പെടുന്നത് പോഷക അപര്യാപ്തത രോഗങ്ങൾ. പോഷക അപര്യാപ്തത രോഗങ്ങളും ലക്ഷണങ്ങളും. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത, ലക്ഷണം മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സാധിക്കില്ല. ജീവകം ബിയുടെ അപര്യാപ്തത രോഗമാണ് വായ്പുണ്ണ്, ലക്ഷണം വായിൽ വ്രണങ്ങൾ. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി, ലക്ഷണം മോണയിൽ പഴുപ്പും രക്തസ്രാവവും. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ് എന്നറിയപ്പെടുന്ന കണ, അവയുടെ ലക്ഷണമാണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ജീവകം അയൺ ഇരുമ്പിന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ, ലക്ഷണം രക്തക്കുറവും വിളർച്ചയും. അയഡിന്റെ അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ, ലക്ഷണം തൊണ്ടയിൽ മുഴ. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? അടുത്തത് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷകേതര ഘടകങ്ങൾ ഏതെല്ലാം? പോഷക സമ്പന്നമല്ലാത്ത ഘടകങ്ങൾ ഏതെല്ലാമാണ്? ജലം, നാരുകൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷകേതര ഘടകങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ 2/3 ഭാഗവും ജലമാണ്. തലച്ചോറിൽ ജലത്തിന്റെ അളവ് 85%. അതുപോലെ രക്തത്തിൽ ജലത്തിന്റെ അളവ് 90%. എല്ലുകളിൽ ജലത്തിന്റെ അളവ് 25%. അടുത്തത് മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവുന്ന ജലത്തിന്റെ അളവാണ് 2.5 ലിറ്റർ. 2.5 ലിറ്റർ. മൂത്രം, വിയർപ്പ് തുടങ്ങിയവയിലൂടെ പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവുന്ന ജലത്തിന്റെ അളവാണ് 2.5 ലിറ്റർ. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് നാരുകൾ അഥവാ ഫൈബേഴ്സ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് നാരുകൾ അഥവാ ഫൈബേഴ്സ്. നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ്. നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തു
സെല്ലുലോസ്. നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ് ആണ്. വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്ന ധാന്യകമാണ് നാരുകൾ. വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്ന ധാന്യകമാണ് നാരുകൾ. നാരുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ. നാരുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അറിയപ്പെടുന്നത് സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ്? ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അറിയപ്പെടുന്നത് സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് റിവൈസ് ചെയ്യാം. ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട പോഷകേതര ഘടകങ്ങളാണ് ജലം, നാരുകൾ. നമ്മുടെ ശരീരത്തിൽ 2 ഭാഗവും ജലമാണ്. തലച്ചോറിൽ ജലത്തിൻ്റെ അളവ് 85%, രക്തത്തിൽ ജലത്തിൻ്റെ അളവ് 90%, എല്ലുകളിൽ ജലത്തിൻ്റെ അളവ് 25%. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവുന്ന ജലത്തിൻ്റെ അളവ് 2.5 ലിറ്റർ. സസ്യ ആഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് നാരുകൾ. നാരുകൾ നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ്. വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്ന ധാന്യകമാണ് നാരുകൾ. നാരുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ. ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അറിയപ്പെടുന്നത് സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഏകദേശം എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയി? ഏകദേശം ഒരു 6 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി അല്ലേ? അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ, പക്ഷെ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ യാതൊരു ടെൻഷനും വേണ്ട. നമ്മൾ സിലബസ് പ്രകാരം തന്നെ നമ്മൾ പറഞ്ഞ ദിവസത്തിന് ഉള്ളിൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, റിവിഷൻ വന്നിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിരിക്കും, CA കൊണ്ടുവരുന്നതാണ്, കറണ്ട് അഫെയർ എന്നാൽ പറ്റുന്ന കറണ്ട് അഫെയർസ് ഞാൻ കൊണ്ടുവരുന്നതാണ്. മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട മാത്സ് ഏരിയയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. വെയിറ്റ് ചെയ്യുക, എല്ലാവരും പഠിക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.